ഹായ് ഓൺ ഡാലിയ കളക്ഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ സപ്ലൈക്കോടെ തൊട്ടടുത്തുള്ള ബിൽഡിംഗിലാണ്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന നമുക്കൊരു ഫംഗ്ഷൻ വരായിട്ട് എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സാരീസിന്റെ കളക്ഷൻസ് ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് സാരി വരുന്ന ഇതാണ്. കോൺട്രാസ്റ്റ് ബേസിലേക്കാണ് സാരി വരുന്നത്. ബോഡി ഒരു ഷെയ്ഡും ബോർഡർ വരുന്ന ഒരു മെറൂൺ ഷെയ്ഡിലേക്കും ബോഡി വരുന്നത് നല്ലൊരു മെഹന്തി ഗ്രീൻ ഷെയ്ഡിലേക്കുമാണ് വരുന്നത്. ഒരു ഫംഗ്ഷനൊക്കെ നമുക്ക് നല്ല പാർട്ടി വെയർ ആയിട്ടൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാരി തന്നെയാണ്. കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത്. ഇതുപോലെയാണ് ബോഡിയിലേക്ക് ഇതുപോലെ ഒരു കോപ്പറിന്റെ ജെറിയിൽ വരുന്ന ഒരു വീവിംഗ് ആണ് വരുന്നത്. ഈ ഒരു പാറ്റേൺ ഇതുപോലെ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ്. അതൊട്ടും നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, അത്രയും രസമാണ്, ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് വരുന്നത്. ഇതിങ്ങനെ ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗത്താണ് ഇതുപോലെ ഇങ്ങനെ ഒരു അടുത്തടുത്തായിട്ട് ഈ ഒരു വീവിങ് ഇങ്ങനെ പോകുന്നത്. പിന്നീട് ഉള്ളിലേക്ക് വരുമ്പോഴേക്കും കുറച്ചുകൂടെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് അവർ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല, ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെ നിന്ന് ഇത്രയും ഗ്യാപ്പ് വന്നിട്ടാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇങ്ങനെ ഫുള്ള് വർക്ക് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർക്കൊക്കെ ഒരുപാട് അങ്ങനെ വേണ്ടാന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ. ഇതിങ്ങനെ ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗത്ത് മാത്രമാണ് കുറച്ചുകൂടെ ഒന്ന് അടുത്തടുത്തായിട്ട് ഇത് വരുന്നുള്ളൂ. ബോർഡറിൽ നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയ്ഡിലേക്കാണ് വരുന്നത്. ഇതിനകത്തും ആ ഒരു കോപ്പറിന്റെ ഒരു ചെറിയ വീവിങ് ഇതിനകത്ത് പോകുന്നുണ്ട്. അല്ലാതെ തന്നെ ഇതുപോലെ ഈ ഒരു പാറ്റേൺ ബോഡിയിൽ വരുന്ന ആ ഒരു സെയിം പാറ്റേൺ ബോർഡറിലേക്കും വരുന്നുണ്ട്. ചെറിയ ബോർഡറാണ് വരുന്നത്. ടോപ്പ് ബോർഡർ കുറച്ചുകൂടി ചെറുതായിട്ട് സിമ്പിൾ ആയിട്ട് തന്നെ വരുന്നു. ഇങ്ങനെ മുന്താണി വരുന്നത് ഇതുപോലെയാണ്. അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ മുന്താണി വരുന്നുണ്ട്. നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ. ഡ്രൈപ്പ് ചെയ്യാനൊക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ്. അങ്ങനെ ഒരുപാട് ദേഹത്തേക്ക് ഒട്ടിക്കിടക്കത്തില്ല, എന്നാൽ നല്ലപോലെ നമുക്ക് ഡ്രൈപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്ന സാരിയും കൂടിയാണ്. ബ്ലൗസ് പീസ് വരുന്നത് ആ ഒരു മെറൂൺ ഷെയ്ഡിലേക്ക് തന്നെയാണ്. സ്ലീവെന്റിൽ നമുക്ക് ഇതുപോലെ ഒരു ബോർഡർ കൊടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ബോഡി പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. സാരിയുടെ പ്രൈസ് വരുന്നത് 1705 ആണ്. 1705 ആണ് പ്രൈസ് വരുന്നത്. നമുക്ക് കളേഴ്സ് നോക്കാം. നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ഇതാണ് കേട്ടോ. ബോഡിയിലേക്ക് വരുമ്പോൾ നല്ലൊരു സഫയർ ഗ്രീൻ ഷെയ്ഡിലേക്ക് വരുന്നു. ബോർഡർ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന നല്ലൊരു ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡ്. കോഫി ബ്രൗണിൽ നിന്ന് ബ്ലാക്കിലേക്ക് വരുന്ന ബ്ലാക്ക് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ബ്ലാക്ക് ആണെന്ന് തോന്നും. അത്രയും ഡാർക്ക് ആയിട്ടുള്ള കോഫി ബ്രൗൺ ഷെയ്ഡിലേക്കാണ് വരുന്നത് കേട്ടോ. സാരിയുടെ പാറ്റേൺ എല്ലാം സെയിം തന്നെ വരുന്നു. ഇങ്ങനെയാണ്. എല്ലാം നല്ല നല്ല കോമ്പിനേഷൻസ് ആണ് വരുന്നത്. ഇങ്ങനെ വരുന്നു കേട്ടോ. കുറച്ചുകൂടെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ബോഡിയിലേക്ക് വരുമ്പോൾ ആ ഒരു വീവിങ് പോകുന്നത്. നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ വീവിങ് ആണ് പോകുന്നത്. മുന്താണി വരുന്നത് ഇതുപോലെ ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. നല്ല ഹെവി ആയിട്ട് തന്നെ മുന്താണി വരുന്നുണ്ട്. വിത്ത് ബോർഡറോട് കൂടിയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഇതുപോലെ നമുക്കടുത്ത ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബേജ് കളർ, ഇച്ചിരി ഡാർക്ക് ആയിട്ടുള്ള ഒരു ബേജ് കളറിന്റെയാണ് വരുന്നത്. ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ലതാണ്. ഒരുപാട് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളറല്ല. ഇതുപോലെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിലേക്ക് തന്നെ. പിക്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. സെയിം വീവിങ് തന്നെയാണ് എല്ലാത്തിലും പോകുന്നത്. കളർ ചേഞ്ചസ് മാത്രമേ വരുന്നുള്ളൂ. മുന്താണി വരുന്നു മെറൂൺ ഷെയ്ഡിലേക്ക്. ഇതുപോലെ ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് അവൈലബിൾ ആണ്. വിത്ത് ബോർഡറോട് കൂടിയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത്. ബോഡി പ്ലെയിൻ ആയിട്ടും. നമുക്കടുത്ത ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ടോണിലേക്കാണ് ബോഡി വരുന്നത്. എല്ലാം നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻസ് ആട്ടോ എല്ലാത്തിലും വരുന്നത്. കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു കോമ്പിനേഷൻസ് ആണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡിലേക്ക് തന്നെയാണ് ഇതിന്റെയും കോൺട്രാസ്റ്റ് ആയിട്ട് പോകുന്നത്. എല്ലാം കൂടെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും. ഇതാണ് സാരിയുടെ ബോഡി വന്നത്. ഫീച്ചേഴ്സ് എല്ലാം സെയിം ആയിട്ട് തന്നെ വരുന്നു. ഇങ്ങനെ മുന്താണി വരുന്നത് ഇതുപോലെ ഹെവി ആയിട്ട് തന്നെ മുന്താണി കൊടുക്കുന്നുണ്ട്. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. വിത്ത് ബോർഡറോട് കൂടിയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത്. പ്രൈസ് 1705 ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലോട്ടസ് പിങ്ക് ഷെയ്ഡിലേക്കാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള പ്ലസന്റ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡും കൂടിയാണ്. നമ്മൾ ഇത്രയും നേരം കണ്ടതിലും ഡിഫറെന്റ് ആയിട്ടാണ് സാരി വരുന്നത്. ഇത് സിംഗിൾ ഷെയ്ഡിലേക്ക് വരുന്നു. അതുപോലെ തന്നെ വിത്തൗട്ട് ബോർഡറിലുമാണ് വരുന്നത്. സാരിയിൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബുട്ട വീവിംഗ് ആണ് പോകുന്നത്. ഒരു സർക്കിൾ ഷേപ്പിൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ചിക്കു കളറിന്റെ ഒരു കോപ്പറിന്റെ ചെറിയിലും വരുന്ന ആ ഒരു ബുട്ടാസ് ആണ് ഇതുപോലെ പോകുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡുമാണ് വരുന്നത്. മുന്താണി വരുന്നത് ഇതുപോലെ. മെറ്റീരിയൽ കോട്ടൺ സിൽക്ക് തന്നെയാണ് വരുന്നത്. ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസ് ആണ് കേട്ടോ. നല്ല ഹെവി ആയിട്ട് തന്നെ മുന്താണി വരുന്നുണ്ട്. ടാസൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കേട്ടോ. ഇതുപോലെ സാരിയുടെ പ്രൈസ് വരുന്നത് 1560 ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. ബോഡിയിലേക്ക് വരുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ഷെയ്ഡിലേക്ക് വരുന്നു. അതിനകത്ത് ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിന്റെ ഒരു കോപ്പർ ജെറി വീവിംഗ് ആണ് പോകുന്നത്. ബോർഡർലെസ് ആയിട്ട് തന്നെയാണ് സാരി വരുന്നത്. നല്ല ഭംഗിയുള്ള കളറും കോമ്പിനേഷൻസും ആണ് കേട്ടോ എല്ലാം വരുന്നത്. ഇങ്ങനെ ബോഡി വരുന്നു. മുന്താണി വരുമ്പോൾ ഒരു പിങ്ക് ഷെയ്ഡിലേക്ക് തന്നെ വരുന്നു. നല്ല ഹെവി ആയിട്ടുള്ള ഒരു വീവിംഗ് ഇതിനകത്ത് പോകുന്നുണ്ട്. ടാസൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് അവൈലബിൾ ആണ്. പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത്. സാരിയുടെ പ്രൈസ് വരുന്നത് 1380 ആണ് കേട്ടോ. 1380 ആണ് വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു വാടാമുല്ല ഷെയ്ഡിലേക്കാണ്.
ഇങ്ങനെയാണ് വരുന്നത്. ഒരുപാട് അങ്ങ് വർക്ക് ഉള്ളത് ഇഷ്ടമില്ലാത്തവർക്ക് നല്ല ഭംഗിയായിട്ടൊരു പാർട്ടി വെയറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് തന്നെയാണ്. കാരണം കുറച്ചിങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് മാത്രമാണ് അതിന്റെ വീവിങ് ഇങ്ങനെ പോകുന്നുള്ളൂ. നല്ലൊരു ലീഫിന്റെ പാറ്റേണിലാണ് അത് വരുന്നത്. ഇതുപോലെ ബോർഡർലെസ് ആയിട്ട് സാരി വരുന്നു. നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡും കൂടിയാണ്. ഇതിന്റെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ് വരുന്ന ഒരു സഫയർ ഗ്രീൻ ഷെയ്ഡിലേക്ക് വരുന്നു. നല്ല ഹെവി ആയിട്ട് തന്നെ മുന്താണി ഇതുപോലെ വരുന്നുണ്ട്. ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് ആ ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡിലേക്ക് തന്നെ പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. നമുക്ക് അടുത്ത ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഇങ്ക് ബ്ലൂ ഷെയ്ഡിലേക്കാണ് ബോഡി വരുന്നത്. ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു വേവിംഗ് പാറ്റേൺ ആണ് ഇതിനകത്ത് വരുന്നത്. ബോർഡർലെസ് ആയിട്ട് തന്നെ സാരി വരുന്നത്. നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡും കൂടിയാണ് കേട്ടോ. മുന്താണിയിലേക്ക് വരുമ്പോൾ ഇതുപോലെ ആ ഒരു ലോട്ടസ് പിങ്ക് ഷെയ്ഡിലേക്ക് തന്നെയാണ് വരുന്നത്. നല്ല ഹെവി ആയിട്ട് തന്നെ മുന്താണിയിൽ ആ ഒരു വീവിംഗ് പോകുന്നുണ്ട്. ടസൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് അവൈലബിൾ ആണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. സാരിയുടെ പ്രൈസ് വരുന്നത് 1380 ആണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത്. നമ്മുടെ ഇന്നത്തെ സാരീസിന്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ട് സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം. പറ്റുന്നവർക്കൊക്കെ വെബ്സൈറ്റിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി. എൻ്റെ ഡാലിയ കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.